ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇറാൻ മലീഷ്യകളെ ഒരുമിപ്പിക്കുന്ന റിപ്പോർട്ട് പ്രാദേശിക ചാനലൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏറെക്കുറെ ഇസ്രായേലും ലെബനാനും തമ്മിൽ യുദ്ധമുണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അടുത്തു വരുന്ന സമയത്ത് ഈ ലെബനാൻ മാത്രം ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വ്യത്യസ്തമായി ഇറാനെ പിന്തുണക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന മലീഷ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ട് 4 ഭാഗം ചേർന്നുകൊണ്ടുള്ള ശക്തമായിരിക്കുന്ന യുദ്ധം തന്നെ ഇസ്രായേലിനെതിരെ നടത്തണം എന്ന അഭിപ്രായമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നത്. അത് യമനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൂത്തി വിഭാഗമുണ്ട്, പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ ഹമാസ് ഉണ്ട്, ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മലീഷ്യ ഗ്രൂപ്പുകളുണ്ട്, റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച ബഹ്റൈനിൽ ഒരു വിഭാഗ ഗ്രൂപ്പ് ഇറാനെ പിന്തുണക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ഒരു ക്രോഡീകരണവും ഏകോപനവും ഉണ്ടാക്കി ഒരേ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ഇപ്പോൾ തന്ത്രപരമായിരിക്കുന്ന ചില നീക്കങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായ രീതിയിൽ സൈനികരെ പിൻവലിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു എന്ന തരത്തിലാണ്. വിശ്വാസപരമായിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും ചില ഭാഗങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ സംഖ്യയിൽ സൈനികരുടെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് മുഴുവനും ലെബനാന്റെ അതിർത്തിയിൽ വിന്യസിപ്പിക്കുകയും അങ്ങനെ ലെബനാനെ ഒരു ശക്തമായിരിക്കുന്ന അക്രമത്തിലേക്ക് നടത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം ഫലവത്തായിരിക്കും, എത്രത്തോളം തിരിച്ചടികൾ ഉണ്ടാവും, എങ്ങനെയാണ് അവരുടെ തിരിച്ചടി പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേലി ഗവൺമെന്റിനിടയിൽ ഒരു തീരുമാനമായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. യുദ്ധകാല മന്ത്രിസഭയെ പിരിച്ചുവിട്ടു, പ്രതിപക്ഷത്തിന് പ്രത്യേകപരമായിരിക്കുന്ന നിലപാടുകളോ അഭിപ്രായം പറയാനില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എതിർക്കുന്നവർ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ തുറങ്കിലടക്കുകയോ ചെയ്യുന്ന രീതിയിലേക്കാണ് ഒരു ഏകാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അവിടെ നടക്കുന്ന നാശങ്ങളും നഷ്ടത്തെക്കുറിച്ചൊന്നും യൂറോപ്യൻ ചാനലുകളൊന്നും റിപ്പോർട്ടായിട്ട് വരുന്നില്ല. അൽ ജസീറ പോലെയുള്ള ന്യായപരമായ രീതിയിലുള്ള റിപ്പോർട്ട് എഴുതുന്ന ചാനലുകളെല്ലാം ഇസ്രായേലിന്റെ അകത്ത് അടച്ചുപൂട്ടുകയും അവർ രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറയുകയും ചെയ്തതോടുകൂടി ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മീഡിയക്കാർക്കും പത്രക്കാർക്കും പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ ഗവൺമെന്റ് നൽകിയത്. രാജ്യത്ത് വരുന്ന അക്രമത്തെക്കുറിച്ച് ഒരിക്കലും റിപ്പോർട്ടായിട്ട് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതും അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന തരത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ പ്രതിസന്ധിയെക്കുറിച്ചോ ഒന്നും സാധാരണഗതിയിൽ ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വരാറില്ല. അതുകൊണ്ട് ഏത് തരത്തിലൊക്കെ അവരുടെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാലും, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ ഒരു വിഷയകാര്യങ്ങളൊന്നും ഇല്ല എന്ന് ലോകത്തെ വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്രായേലിന് എളുപ്പം സാധിക്കുന്നുണ്ട്. ഗസയെ സംബന്ധിച്ചിടത്തോളം അവരൊരു തുറന്ന ജയില് പോലെയാണ്. ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് അതിരുകളോ വരമ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് ചാനലുകാർക്കും ഏത് റിപ്പോർട്ടർമാർക്കും ഏത് സമയത്തും വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാകത്തിൽ ഗവൺമെന്റ് സംവിധാനമില്ലാത്ത ഒരു ദേശമായിട്ട് ഗസ മാറിയതോടുകൂടി അവിടുത്തെ റിപ്പോർട്ടുകൾ അപ്പപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ വഴിയും മീഡിയകൾ വഴിയും ലോകം അറിയുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനം നോക്കുന്ന സമയത്ത് അവർ പറയുന്നു 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തങ്ങളുടെ ഭൂമിയിൽ എത്രത്തോളം അവർ കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ ആ ഭൂമിക്ക് അത്ര തന്നെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധത്തെ തങ്ങൾ വ്യാപിപ്പിക്കും എന്ന തരത്തിലാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു വിരാമമോ ഒരു മധ്യസ്ഥതയോ ഉണ്ടാവില്ല. തങ്ങളുടെ വിജയത്തോടു കൂടി മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നുള്ളതും നിരപരാധികളെന്നോ അപരാധികളെന്നോ പ്രത്യേകമായ രീതിയിലുള്ള ഒരു പരിഗണന ഇസ്രായേലിലെ ജനങ്ങൾക്ക് നൽകാൻ തങ്ങൾക്ക് യുദ്ധമുഖത്ത് സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഇസ്രായേൽ മനസ്സിലാക്കണമെന്നൊരു മുന്നറിയിപ്പ് യഥാർത്ഥ ഹിസ്ബുള്ള ഗ്രൂപ്പ് നൽകിയത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കിയിരിക്കുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കക്ക് തീരെ താല്പര്യമില്ല. കാരണം അമേരിക്കയും തിരിഞ്ഞടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അവരുടെ അറേബ്യൻ മേഖലയിലുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടും ഈ ഇറാനെ പിന്തുണക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ വിഭാഗങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോർദാന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ആക്രമണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ ഏരിയയിൽ ആ മേഖലയിൽ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സംവിധാനം നിലവിൽ നിലനിൽക്കുന്നു. അതിനോടനുബന്ധിച്ച് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അത് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പറയുന്നതും ഹൂത്തികൾ പറയുന്നതൊക്കെ ഒരേ ഭാഷയിലും ഒരേ രീതിയിലാണ് പറയുന്നത്. ഗസയുടെ സ്വാതന്ത്ര്യം പൂർണ്ണ തോതിൽ ഇസ്രായേൽ സൈന്യം ഗസ വിട്ടുപോകുക, അവർക്ക് വേണ്ടിയിട്ട്
ലോകരാജ്യങ്ങൾ നൽകിയിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങുന്ന വസ്തുക്കളെ തടഞ്ഞു വെക്കുന്ന പ്രവൃത്തി അവസാനിപ്പിച്ച് അവരെ ഗസയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം നൽകുക. ഇങ്ങനത്തെ മുൻപ് നൽകപ്പെട്ട അതേ നിർദ്ദേശങ്ങളും ആ നിലപാടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഹമാസിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹമാസ് പറയുന്ന കാര്യങ്ങളാണ് ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പാണെങ്കിലും റെസിസ്റ്റൻസ് ഗ്രൂപ്പാണെങ്കിലും അവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുദ്ധം വളരെ എളുപ്പമായിരിക്കില്ല. യുദ്ധത്തോടനുബന്ധിച്ച് ലെബനാനെ പിന്തുണക്കാൻ വേണ്ടി മറ്റു ചില രാജ്യങ്ങൾ മുന്നോട്ട് വരാനുള്ള സാധ്യത ഇതിനിടയിൽ പറയുന്നുണ്ട്. അത് തുർക്കി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇറാൻ ഏതായാലും ഉണ്ടാവും. കാരണം ലെബനാൻ ആക്രമിക്കുന്ന ഏതൊരു അക്രമവും പ്രതിരോധിക്കാൻ തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് ഇതിനിടെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അവരെ പിന്തുണക്കുന്ന മറ്റു വിഭാഗങ്ങൾ ഈജിപ്തിന്റെ നിലപാടുകൾ പറഞ്ഞിട്ടില്ല. അതോടനുബന്ധിച്ച് അന്ന് ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചിരുന്ന ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാന രാജ്യങ്ങളൊന്ന് സിറിയയാണ്. സിറിയ സാമ്പത്തികപരമായ രീതിയിലും ആഭ്യന്തരമായ രീതിയിലും വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെതിരെ എല്ലാ കാലത്തും നിലപാടെടുത്ത രാജ്യമെന്ന നിലക്കും ഗോലാൻ കുന്നുപോലുള്ള പ്രദേശങ്ങൾ സിറിയയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതിനാൽ തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് അന്ന് സിറിയ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയും ഒരു പക്ഷേ ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ യുദ്ധം വ്യാപിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ ഓരോരോ ദിവസം ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. അവർക്ക് പരസ്യമായ രീതിയിൽ ആയുധം നൽകാൻ ഒരു രാജ്യം മുന്നോട്ട് വരുന്നില്ല. മുന്നോട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ വരികയാണെങ്കിൽ അവരെ പോലും ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള പരീക്ഷ നേരിടുന്നു. അവർ വലിയ രീതിയിലുള്ള മരണം വരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഇസ്രായേലിലെ ആശുപത്രികളെല്ലാം ഇസ്രായേൽ സൈനികരാൽ നിറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ ചില പ്രാദേശിക മേഖലയിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ 10 സൈനികർ കൊല്ലപ്പെട്ടാൽ പോലും 1 2 മാത്രമേ സ്ഥിരീകരിക്കണമെങ്കിൽ തന്നെ ഹമാസിന്റെ ആളുകൾ അതിന്റെ വീഡിയോ പുറത്തു വിടണം. ആ വീഡിയോ പ്രകാരം അത് വീഡിയോയിൽ കാണണം. അങ്ങനെ ഇസ്രായേൽ സൈന്യത്തെ ഹമാസിന്റെ ആളുകൾ ആക്രമിക്കുന്നത് കൃത്യമായ രീതിയിൽ വീഡിയോ റെക്കോർഡോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സംഭവം, ഈ മരണങ്ങളൊക്കെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കൂ എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം ഈ ഇസ്രായേലിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന വലിയ രൂക്ഷമായിരിക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും വീണ്ടും കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബന്ദികൾ ഓരോരോ ദിവസം മരണപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. 4 ബന്ദികൾ അവർ മോചിപ്പിച്ചു. 4 ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി 3 ബന്ദികൾ കൊല്ലപ്പെട്ടു. അതിനോടനുബന്ധിച്ച് ഡസൻ കണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവിടെ നടന്നിരിക്കുന്ന കൃത്യമായിരിക്കുന്ന യുദ്ധവും പോരാട്ടവും അതിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിവരത്തിന്റെ രഹസ്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനത്തെ പ്രത്യേക ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഗസയിലുള്ളത്. ഇപ്പോൾ അത് അവിടെ നിന്ന് പോയിട്ട് ലെബനാനിലേക്ക് ഒരു പരസ്യ യുദ്ധത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഏത് തരത്തിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തകർച്ചയും നാശവും ഉറപ്പാണ് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്.